ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇതാണ് ഒഴിവാക്കി പഴയ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് ആണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറെ മുമ്പ് ഉപയോഗിച്ചതാണിത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് അയച്ച് റിപ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക്. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ ഓണാകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഓണാക്കി നോക്കിയത് കണ്ടോ, ഈ ബ്ലൂ ലൈറ്റ് കത്തുന്നതാ കണ്ടില്ലേ. ഇപ്പോൾ ഇത് ഓണാണ് കണ്ടോ. അപ്പം നിങ്ങളിത് റിപ്പയർ ചെയ്യുമ്പോൾ ഇത് ഓഫാക്കിയിട്ട് വേണം അയക്കാനായിട്ട് കേട്ടോ. മറ്റെന്താ വെച്ചാൽ എവിടെയും ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയും ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആവും. അപ്പം ആണോ, ഇതിപ്പോൾ ഓഫായി കണ്ടില്ലേ. അപ്പം ഇനി നമുക്കൊന്ന് റിപ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അയച്ചെടുക്കാൻ പോകണം. അപ്പം ജസ്റ്റ് ഇതിന് കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുടന്തി കൊടുത്താൽ മതി. അപ്പോൾ ചിലതിന് പല്ല് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കൂല കേട്ടോ. അപ്പോൾ അയക്കുമ്പോൾ ശ്രദ്ധിച്ചോണം അയക്കാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇത് അയച്ചെടുത്തണം കേട്ടോ. അപ്പോൾ ഇതാണ് ബോർഡ് വരുന്നത്. നിങ്ങൾ ഇതിനൊക്കെ മാർക്ക് കൊടുത്താണ് ബാറ്ററി പ്ലസ് ബാറ്ററി മൈനസ് കണ്ടോ. അപ്പോൾ ഇതിവിടെ ബാറ്ററിയാണ്, ഇതാ ബാറ്ററി വരുന്നത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് കേട്ടോ അങ്ങനെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കട്ടോ. നമുക്ക് ലെഫ്റ്റ് നമുക്ക് അതിന് ഒഴിവാക്കാം. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി. ഇനി നമ്മൾ രണ്ടാമത്തെ നെയ്യാവാൻ കൂടി നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. രണ്ടാമത്തെ റൈറ്റ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കി. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഓഫാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണുണ്ടോ. ഈ ബോർഡ് ഓണാക്കാൻ പാടില്ല. ആരാ ഓഫാക്കാൻ ചെയ്യാണ് നല്ലത്. അത് എവിടെയും ഷോർട്ട് ആയി കഴിഞ്ഞാൽ ബോർഡും ബാറ്ററിയൊക്കെ ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഇതേ ഹെഡ്സെറ്റ് നമുക്ക് സാധാരണ പിന്നെ ഹെഡ്സെറ്റ് ഇല്ല, ഇതേ ഹെഡ്സെറ്റ് പഴയത് ഒഴിവാക്കി അതൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഈ രണ്ട് വയർ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് വേണ്ട, നമുക്ക് ഇങ്ങനെ മതി അല്ലേ. കണ്ടോ ഇത്ര മതി നമുക്ക് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് കൊടുക്കുമ്പോ ലെഫ്റ്റ് റൈറ്റും മാറാതെ വേണം നോക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ. കണ്ടല്ലേ, രണ്ട് വയർ ഇവിടെ ഉണ്ടാവും. അതേമാതിരി തന്നെ ഇത് കട്ട് ചെയ്താലും ഇവിടെ രണ്ട് വയർ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാലോ, നമ്മ ഈ ലോക്ക് ഇതിമെന്ന് ഊരിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, നേരെ ഇങ്ങനെ വയറ് കടത്തി കൊടുത്താൽ മതി കേട്ടോ. കണ്ടല്ലേ, ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അതേമാതിരി ഇത് നമുക്ക് എന്ത് ചെയ്യാം, അതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ ഇതിമെന്ന് എന്ത് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഹോൾസ് ഇവിടെ കുറവാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതേ ചെറിയ ആണിയോ സ്കൂളർ നിർത്താൻ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആവും കേട്ടോ. അത് ചിലപ്പോൾ ഇത് ഒട്ടിച്ചണമെങ്കിൽ കുറച്ച് കിതറേ കയറാം അത് വയറിടാനായിട്ട്. പക്ഷെ ഇത് ഇടാൻ നേരം നമ്മളെ വയറ് പെട്ടെന്ന് വലിഞ്ഞ് പൂരും ചെയ്യും, അതുണ്ടാകുക. അപ്പം ഇനി രണ്ടാമത്തെ നമുക്ക് കടത്തി കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഈ വയറിന് രണ്ടറ്റം എന്താ, ഈ ഒന്ന് നീല കളറ് കാണാണ്ടാണ്, ഒന്നൊരു നമ്മളെ കോപ്പർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് ഒരുതി കൊടുക്കണം. അപ്പോൾ സോഡിന് പിടിച്ചോളൂ കേട്ടോ. അതിന് ഒരുതി കൊടുക്കണം. അങ്ങനെ രണ്ട് വയറും എന്ത് ചെയ്യുക, ഒരുതി കൊടുക്കുക. അപ്പം മേലത്തെ കോട്ടിങ് പോകില്ല അറിയാം. എന്നാൽ നമുക്ക് സോളിന് കുറച്ച് ഫ്ലക്സ് ആയി കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഒന്ന് സോൾഡ് ചെയ്ത് എടുക്കുക അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് വയറും ഇവിടെ സോൾഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ബോർഡുമ്പോൾ സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അത്
കമ്പനി വരുമ്പോൾ അങ്ങനെയാണ് വരിക. അതായത് ഈ ബോർഡിൽ ഉണ്ടാവണ റൈറ്റ് ആണോ, റൈറ്റും ഉണ്ട് ഇവിടെ ലെഫ്റ്റും ഉണ്ട്, കണ്ടില്ല. അപ്പം അതൊരു തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം പിന്നെ വയറ് ഇവിടെ നിന്ന് കെട്ടിട്ട് കൊടുത്താൽ ഉഷാറായിട്ടോ, എന്നാൽ ഇത് പെട്ടെന്ന് വലിഞ്ഞിന് പോകില്ല കേട്ടോ. അപ്പം അവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആദ്യം വയറ് വലിപ്പം ഉണ്ടാവില്ല, ആദ്യം പിന്നെ ശ്രദ്ധിക്കുക, എന്നിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. എൻ്റെ വയറ് പിന്നെ ചെറുതാവും കേട്ടോ. ഞാൻ ഇവിടെ ചെറിയ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കെട്ടിട്ട് കൊടുത്താൽ മതി, കണ്ടില്ലേ. അപ്പോൾ ഞാനിവിടെ 2 വയറും കൊടുക്കണം. എൻ്റെ കുറച്ച് ലെങ്ത്ത് കൂടിയ വയറാണിത് കേട്ടോ. നിങ്ങൾ പുതിയ ഹെഡ്സെറ്റ് വാങ്ങുകയാണെങ്കിൽ വാങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്തായാലും ഒരു 1500 രൂപ എന്തായാലും വരില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ലോക്കൽ ഹെഡ്സെറ്റ് ആണെങ്കിൽ ഒരു 70 രൂപ 100 രൂപയിലൊക്കെ നമുക്ക് നല്ല ഹെഡ്സെറ്റ് കിട്ടും. അപ്പോൾ അതിനെടുത്താലും മതി കേട്ടോ. അതിലൂടെ പിന്നെ ഇതേമാതിരി നമ്മൾ പിന്നെ അങ്ങനത്തെ ഹെഡ്സെറ്റിന് പിന്നെ കംപ്ലൈൻറ്റ് ചെയ്തൊക്കെ ഉണ്ട്, അവിടെ പൊട്ടിയതൊക്കെ. അതൊക്കെ ഇത് ഒഴിവാക്കിയാൽ വയർ മാത്രം കഴിഞ്ഞാൽ നമുക്ക് സംഗതി ഉഷാറാവും കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ഈ 2 പോയിന്റ് ഇവിടെ ഷോർട്ടർ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ ഇത്ര വയർ ലെങ്ത്ത് വേണമെന്നില്ല, ജസ്റ്റ് നീളം കുറച്ച് കട്ട് ചെയ്താൽ ഇങ്ങനെ സോൾവ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് വൃത്തിയാവും കേട്ടോ. ഞാൻ ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഇത്ര ലെങ്ത്ത് വേണമെന്നില്ല, നേരെ ഇതേമാതിരി ലെവലിലൊക്കെ ചെയ്ത് കൊടുത്താൽ ഒന്ന് വൃത്തിയാവും കേട്ടോ. അങ്ങനെ ഇപ്പോൾ വയർ ജസ്റ്റ് വല്ല വലിച്ചെടുത്താൽ മതി. ഓവർ വലിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇത് പോരും, അതാണ്ടാവും കേട്ടോ. അത് കണ്ടെങ്കിൽ വെച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിങ്ങനെ അടിച്ച് ക്ലോസ് ആയി കൊടുക്കാം നമുക്ക് കേട്ടോ. ഇപ്പോൾ ആർക്കും ബാറ്റിന് വയറെ കൊടുക്കണത് ശ്രദ്ധിക്കട്ടെ, അത് ഉള്ളിൽ തന്നെ ആക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഓണാക്കിയാൽ നോക്കിയാൽ നമുക്ക്, അപ്പോൾ ഇത് ഓണാക്കിയാൽ സൗണ്ടും കാര്യം കേൾക്കാൻ നമുക്ക് ഇത് ചെവി വെച്ചാലേ കേൾക്കുള്ളൂ, അതാണുള്ളത് കേട്ടോ. ജസ്റ്റ് ഓണാക്കി നമുക്ക് ഇവിടെ ലൈറ്റ് കത്തുന്ന വേണമെങ്കിൽ കാണാം, അത്രേ കൈയോണ്ട് ലൈറ്റ് കത്തുന്നു കണ്ടോ, ലൈറ്റ് കത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നു, ഞാൻ വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ചെവിയിൽ വെച്ചാണ്ട് എപ്പോഴാണ് കേൾക്കണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇത് സംഗതി റെഡി ആണ് കേട്ടോ. അപ്പോൾ സംഭവം ഉഷാറാണ്, ഇതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അപ്പം നിങ്ങളുടെ ബോർഡ് നല്ല ബോർഡാണെങ്കിൽ എന്ത് ചെയ്യുക, നല്ല ഹെഡ്സെറ്റിൽ നോക്കി വാങ്ങുക. ഇങ്ങനത്തെ ഹെഡ്സെറ്റ് നല്ല നോക്കി വാങ്ങിയാൽ വയർ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഈ ഹെഡ്സെറ്റിന് അധിക പ്രശ്നം പിന്നെ ഒന്നെങ്കിൽ പിന്നെ ഇവിടെ പൊട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വർക്ക് ചെയ്യും, ഒന്ന് വർക്ക് ചെയ്യില്ല. അപ്പോൾ പുതിയ വാങ്ങി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ പുതിയ വാങ്ങി നേരെ കട്ട് ചെയ്ത് നേരെ സോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് അടിക്കും, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ആദ്യം ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.